ഇത് വിഴിഞ്ഞം തുറമുഖം അനന്ത സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന ഒരു തുറമുഖം തന്നെയാണ്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ തുറമുഖത്തിന്റെ അവസ്ഥ, കാരണം ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നായി മാറും. എന്തായാലും ഇവിടുത്തെ ആളുകളെ പരിചയപ്പെടാം, ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താണ്? ഓക്കെ ചേട്ടാ, ഇവിടെ എത്ര മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? കാരണം നിങ്ങളുടെ ഈ ബോട്ടെല്ലാം കടലിലേക്ക് പോകുന്നത് 2 മണി തൊട്ട് ഒരു 4:30 വരെ 2 മണി തൊട്ട് 4:30 മണി വരെ പോകും. അപ്പോൾ തിരിച്ചു വരുന്നത് മീൻ കിട്ടുന്ന അനുസരിച്ചാണ് അവർ തിരിച്ചത്, അല്ലെങ്കിൽ തിരിച്ച് കിട്ടുന്നത് 9 മണി വരെ, രാത്രി 9 മണി വരെ. ഏകദേശം എത്ര നേരം? രാത്രിയും രാവിലെയും എല്ലാം തന്നെ കടലിനകത്ത് നിങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്? 24 മണിക്കൂറും പണിയാണ്. കാരണം 24 മണിക്കൂറും പണിയാണ്. കാരണം കടലിലേക്ക് പോയി മീൻ കിട്ടിക്കഴിഞ്ഞാലേ അവർ തിരിച്ചു വരത്തുള്ളൂ. കാരണം രാവിലെ 3 മണിക്ക് പോവും, രാത്രി പോവും. 24 മണിക്കൂറും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു തുറമുഖം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ വികസന സാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം 24 മണിക്കൂറും ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. വളരെ മനോഹാരിതമായ ഒരു സ്ഥലം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. വളരെ മനോഹാരിതം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ടേസ്റ്റ് ടൈമിൻ്റെയും മനോഹാരിത ടേസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ രുചിയുടെ ഒരു ഉസ്താദുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വിഴിഞ്ഞത്തിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ കട്ടച്ചൽ കുഴി എന്ന സ്ഥലത്ത് ഒരു രുചിയുടെ ഉസ്താദ്. ആ ഉസ്താദിനെ തേടിയുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. സോ ഇന്നത്തെ രുചി അറിയാൻ വേണ്ടി ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആ രുചിഭേദം തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കമോൺ.